സുഹൃത്തുക്കളെ നമ്മൾ ഒരു 8 മൂട് വെണ്ട അന്ന് തൈ ഞാൻ കാണിച്ചായിരുന്നു. ഒരു 8 മൂട് വെണ്ട വെച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ കരഭൂമിയിലാണ് ഇപ്പോൾ ഇത് വെച്ചേക്കുന്നത്. ഞാനിതിൻ്റെ വെണ്ടയുടെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. ഇത്രയും വലുപ്പമായി വെണ്ട കണ്ട വെണ്ടയുടെ വലിപ്പം കൊണ്ട് ഇത്രയും വലിപ്പമുണ്ട് വെണ്ടയ്ക്ക്. ഇതിപ്പോൾ നമ്മൾ ഇത് ആദ്യത്തെ വെണ്ടയ്ക്ക കുറച്ച് ചെറുതായിരുന്നു, ഇപ്പം വലുതായി. വേണ്ട ഇതിനകത്ത് ഇതിനെ എടുക്കാറായി, പക്ഷേ ഇത് ഇത്തിരി നീളം കുറവാണ്. ഇതും കൊള്ളാം. പിന്നെ ഇതും നല്ല, ഇതും ഇങ്ങ് അറ്റത്ത് ഇത്തിരി വെയിൽ കുറവായിരുന്നു, അതുകൊണ്ട് അത് എൻ്റെ ബാക്കിയൊക്കെ ഇവിടെയൊക്കെ നല്ല കനം ആയിട്ടുണ്ട് ഇതൊക്കെ. പിന്നെ ഇതിനകത്ത് ഇത് എടുക്കാമെന്ന് ഇപ്പം, പക്ഷേ ഇത് വിഴുക്കുണ്ടാക്കാനാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് വരുന്നത്. ഇത് ദാണ്ട് ഇവിടെയും ഇവിടെ ഒരെണ്ണം എടുക്കാറുണ്ട്. പിന്നെ ഞാൻ ചാണകവും ഇതിവിടെ കിടന്ന ഓരോക്കെ തന്നെയാണ്, ഇവിടുത്തെ ഈ പുല്ലൊക്കെയാണ് ഞാൻ ഇട്ടയ്ക്കുന്നത്. പുല്ലൊക്കെയാണ് എൻ്റെ കൂട്ടത്തിൽ ഇട്ടയ്ക്കുന്നത്. ഇത് ഒരെണ്ണം എടുക്കാം. ഈ വെണ്ടയും ഇന്നത്തേക്ക് നമുക്ക് ഇന്നിപ്പോൾ ഇത്രയും വെണ്ട കിട്ടിയതുണ്ട്. ഇതെല്ലാം നല്ല വലിയ കായാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കൊണ്ട് ഈ അപ്പുറ സൈഡിൽ ഇത് പരീക്ഷിക്കാൻ വേണ്ടി നട്ടതാണ്. ഇനി ആ സൈഡിലും കൂടെ കുറച്ച് നടണം. നമുക്കിനി പാവൽ നട്ടിട്ടുണ്ട്. ഇത് പക്ഷേ ഇതിനകത്ത് ശിഖരങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ അതിനെ കട്ട് ചെയ്ത് വിട്ടില്ല. ഇതെന്തിനാ നോക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് ശിഖരങ്ങളൊക്കെ. ഇതൊക്കെ നല്ല കനങ്ങളുണ്ട്. ഇതും നല്ല കനമുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിങ്ങനെ കിണറ്റിലെ വെള്ളം മാത്രമേ എടുത്ത് ഒഴിച്ചിട്ടുള്ളൂ. ഈ പൈപ്പിലെ വെള്ളം ക്ലോറിനല്ലേ, അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തില്ല. ഈ കിണറ്റിലെ വെള്ളം മാത്രമാണ് ഇതിനെ കോരി വളർത്തിയത്. നമുക്ക് ഞാൻ പാവൽ നട്ടിട്ടുണ്ട്, ഒരു 3-4 മൂട്. അതിനകത്ത് 2 പാവൽ എടുക്കാറുണ്ട്. ഇതിനകത്ത് കണ്ട പാവലിത് റെഡിയായി. പക്ഷേ ഇത് കുറച്ചൊക്കെ ഇങ്ങോട്ടുള്ളത് ഇതിൻ്റെ പട്ടുപോയി, അതെന്താണെന്ന് അറിഞ്ഞൂടാ. ഇതിപ്പം കായായി. താഴെയൊക്കെ കാടക്കപ്പുണ്ട്. പിന്നെ ഈ സൈഡിലും ഇവിടെ ഒരു കാടപ്പുണ്ട്. ഇതിനകത്തൊരു കായുണ്ട്. ഇത് കളറൊന്നും എന്നാലും കുഴപ്പമില്ല. അല്ല, ഇവിടെ ഒരെണ്ണം ഇത് പിടിച്ചോ, പിടിച്ചോണം. അയ്യോ തറ, കുഴപ്പമില്ല. നോക്കളെ പിടിച്ചോ. അവിടെ അത് വലുതായില്ല മക്കളെ, നോക്ക. ഇതിനകത്ത് ഇനി ഉണ്ടോ? ഇത്രയേ ഉള്ളൂ അല്ലേ? അതൊരു ദിവസത്തേക്ക് വരും. നമുക്ക് ആ കീരയും കൂടെ നാളത്തേക്ക് എടുക്കാൻ കീര ഞാൻ ഇന്നാൾ നട്ടതാണ്. പിന്നെ കുറേ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത്. ഇത് നാളത്തേക്ക് എടുക്കുക അല്ലേ? ഇത്രയും മതിയാ? കൊള്ളാമോ? ഉണ്ട്. എന്തൊക്കെയുണ്ട്? കീര, പിന്നെ പാവല്, വെണ്ട. മക്കളെ വലുതാകുമ്പോൾ ഇതൊക്കെ ചെയ്യുമോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.